السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ വിവരിക്കുന്ന ബദരി സഹാബിയുടെ പേര് ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂ സായിബ് എന്നായിരുന്നു. ഹദ്റത്ത് ഉസ്മാന്റെ മാതാവിന്റെ പേര് സുഹൈല ബിൻത് അംബസ് എന്നാണ്. ഹദ്റത്ത് ഉസ്മാനും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹദ്റത്ത് ഖുദാമയും രൂപത്തിൽ സാമ്യത പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം മക്കയിലെ ഖുറൈശി ഗോത്രമായ ബനു ജമാഇയുമായിട്ടാണ്. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ ഇസ്ലാം സ്വീകരിച്ച സംഭവം ഇപ്രകാരം കാണാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തന്റെ വീടിന്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു. അതിലൂടെ ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ നടന്നുപോയി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ നീ ഇരിക്കില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന് അങ്ങയുടെ മുന്നിലിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷത്തേക്ക് ആകാശത്തേക്ക് നോക്കി. പിന്നെ സാവധാനത്തിൽ തന്റെ ദൃഷ്ടി താഴേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തന്റെ വലതുവശത്തെ ഭൂമിയിൽ ദൃഷ്ടി പതിപ്പിച്ചു. തന്റെ കൂടെയിരുന്ന ഉസ്മാനോട് മുഖം തിരിച്ച് മറ്റേ വശത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. തന്റെ ശിരസ് കുനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ഏതോ ഒരു കാര്യം മനസ്സിലാക്കുന്ന പോലെ തന്റെ ശിരസ് അനക്കിക്കൊണ്ടിരുന്നു. ഉസ്മാൻ ബിൻ മസ്ഊൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, അടുത്ത് ഇരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറിയപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് അവിടുന്ന് ചെയ്തത്? അത് കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങ് ആരോട് എന്തോ പറയുന്നതായി തോന്നുമായിരുന്നു. ഹദ്റത്ത് ഉസ്മാന് ആ കാര്യം എന്താണെന്ന് അറിയില്ല. എന്തു തന്നെയായാലും ഏതെന്നാണ് അങ്ങയോട് പറയപ്പെട്ടത് അത് അവിടുന്ന് മനസ്സിലാക്കി. പിന്നെ അങ്ങയുടെ ദൃഷ്ടി ആദ്യം എപ്രകാരമാണ് സംഭവിച്ചത് അതുപോലെ ആകാശത്തേക്ക് ഉയർന്നു. അങ്ങയുടെ ദൃഷ്ടി ആരെയോ പിന്തുടരുന്നതായി തോന്നി. അങ്ങനെ ആ വസ്തു ആകാശത്ത് അപ്രത്യക്ഷമായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തെ പോലെ ഉസ്മാൻ ബിൻ മസ്ഊനിലേക്ക് തിരിഞ്ഞു. ഉസ്മാൻ പറഞ്ഞു,
ഞാൻ എന്ത് ലക്ഷ്യത്തിനു വേണ്ടി അങ്ങയുടെ സമീപത്ത് വന്നിരിക്കണം? ഉസ്മാൻ പറഞ്ഞു, ഇന്ന് അങ്ങ് ചെയ്തതുപോലെ മുമ്പ് ഒരിക്കലും ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നതാണ് നീ കണ്ടത്? ഉസ്മാൻ ബിൻ മസ്ഊൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദൃഷ്ടി ആകാശത്തേക്ക് ഉയരുന്നതായി കണ്ടു. പിന്നെ തന്റെ വലതുവശത്തേക്ക് നോക്കി. എന്നെ വിട്ട് ആ വശത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവിടുന്ന് ശിരസ് കുലുക്കാൻ തുടങ്ങി. ഏതോ ഒരു കാര്യം അങ്ങയോട് പറയുന്നതായും അത് മനസ്സിലാക്കുന്നതായും ശ്രദ്ധിക്കുന്നതായും തോന്നി. അവിടുന്ന് പറഞ്ഞു, ഉറപ്പായും നീ ഈ കാര്യം കണ്ടിരുന്നു? ഉസ്മാൻ പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇപ്പോ എന്റെ സമീപത്ത് അല്ലാഹുവിന്റെ സന്ദേശവാഹകൻ വന്നിരുന്നു. സന്ദേശം കൊണ്ടാണ് വന്നത്. അപ്പോൾ നീ എന്റെ പക്കലിരിക്കുകയായിരുന്നു. ഉസ്മാൻ ബിൻ മസ്ഊൻ പറഞ്ഞു, അല്ലാഹുവിന്റെ കാസിദോ? ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഉസ്മാൻ പിന്നെ ചോദിച്ചു, അദ്ദേഹം അങ്ങയോട് എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബൈഇ യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. അതായത്, തീർച്ചയായും അല്ലാഹു നീതിക്കും ഔദാര്യത്തിനും അടുത്ത ബന്ധുമിത്രാദികളോട് നൽകുന്നതിനും കൽപ്പന നൽകുന്നു. നിർലജ്ജമായും അനിഷ്ടകരവുമായ പ്രവൃത്തികളിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നതിനായി നിങ്ങളെ അവൻ ഉപദേശിക്കുന്നു. ഉസ്മാൻ ബിൻ മസ്ഊൻ പറയുന്നു, ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ വിശ്വാസം അതിന്റെ സ്ഥാനം കരസ്ഥമാക്കി. എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം തോന്നി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചന വിളംബരത്തിന് ശേഷമുള്ള പ്രാരംഭകാലത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ആ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തൽഹയും സുബൈറും ഉമർ, ഹംസ, ഉസ്മാൻ ബിൻ മൻസൂം ഇത്തരത്തിലുള്ള കൂട്ടാളികളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൽ ഓരോ വ്യക്തിയും അങ്ങയിൽ അനുരക്തരായിരുന്നു. ഓരോ വ്യക്തിയും അങ്ങയുടെ വിയർപ്പ് തുള്ളികൾക്ക് പകരമായി സ്വന്തം രക്തമൊഴുക്കാൻ തയ്യാറായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. 13 വർഷക്കാലം പ്രശ്നങ്ങളുണ്ടായി, പ്രയാസങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വന്നു. എന്നാൽ അങ്ങ് തൃപ്തനായിരുന്നു. കാരണം ഈ മക്കാവാസികളിൽ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും പദവിയുള്ളവരും ഭയഭക്തിയുള്ളവരും പരിശുദ്ധ ഉള്ളവരും എന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോ മുസ്ലിങ്ങളെ ഒരു ശക്തിയുള്ളവരായി മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നഊദു ബില്ലാഹ് ഭ്രാന്തനാണെന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി അയാളോട് പറയുന്നതാണ്, അദ്ദേഹം ഭ്രാന്തനാണെങ്കിൽ പിന്നെ ബുദ്ധിയും വിവേകവുമുള്ള മറ്റുള്ളവർ അദ്ദേഹത്തെ എന്തിനു വിശ്വസിക്കണം? ഈ ഉത്തരം എപ്രകാരമെന്നാൽ ഈ ഉത്തരം കേട്ട് ആർക്കും തന്നെ മറുപടി പറയാൻ സാധിക്കുമായിരുന്നില്ല. യൂറോപ്പിലെ എഴുത്തുകാരന്മാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ അവരുടെ എല്ലാ ശക്തിയും പ്രയോഗിക്കുന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ചില സമയത്ത് മലീമസമായ കാര്യങ്ങൾ പറയുന്നതിൽ പോലും യാതൊരു ലജ്ജയും കാണിക്കുന്നില്ല. ഇപ്പോഴും ഇതെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എവിടെയാണ് അബൂബക്കറിന്റെ പേര് വരുന്നത്? അപ്പോൾ അവർ പറയും, അബൂബക്കർ നിസ്വാർത്ഥനായിരുന്നു. അതിനെക്കുറിച്ച് മറ്റ് യൂറോപ്യൻ എഴുത്തുകാർ എഴുതുന്നു, ഏതൊരു വ്യക്തിയെയാണ് അബൂബക്കർ വിശ്വസിച്ചത്, അയാൾ എങ്ങനെ കള്ളവാദിയാകും? നിങ്ങൾ അബൂബക്കറിനെ പുകഴ്ത്തി പറയുന്നുവെങ്കിൽ ആ അബൂബക്കർ വിശ്വസിച്ച വ്യക്തിയും തീർച്ചയായും പ്രശംസ അർഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം നിസ്വാർത്ഥനാണെങ്കിൽ ഇത്തരം അത്യാഗ്രഹിയെ എന്തുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കണം? അദ്ദേഹം യഥാർത്ഥത്തിൽ നിസ്വാർത്ഥനായിരുന്നുവെങ്കിൽ പിന്നെ അംഗീകരിക്കേണ്ടതായി വരും അദ്ദേഹത്തിന്റെ നേതാവും നിസ്വാർത്ഥനായിരുന്നു. ഇത് വലിയൊരു തെളിവാണ്. ഇതിനെ നിഷേധിക്കുക എന്നത് എളുപ്പമല്ല. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇതുമായി ബന്ധിപ്പിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നാം കാണുന്നു, ആളുകൾ അദ്ദേഹത്തെ ജാഹിൽ എന്ന് പറയുന്നു. എന്നാൽ അള്ളാഹു ഈ ആക്ഷേപത്തെ തള്ളിക്കളയുന്നതിനായി എപ്രകാരം സാഹചര്യം ഒരുക്കിയെന്നാൽ അത് ഖലീഫ അവൽ ആരംഭത്തിൽ തന്നെ അങ്ങയിൽ വിശ്വസിച്ചു.
മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ആദ്യം അദ്ദേഹത്തെ പ്രശംസിച്ച വ്യക്തിയായിരുന്നു. പിന്നെ ലോകത്ത് താൻ ദൈവനിയോഗിതനാണെന്ന് വിളംബരം ചെയ്തപ്പോൾ അതിനുശേഷം വിദ്യാസമ്പന്നനായ ഒരു സംഘത്തിലെ ആളുകളെ ഉടൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിനായി അള്ളാഹു എഴുന്നേൽപ്പിച്ചു. ഈ വിദ്യാസമ്പന്നരായ ആളുകളിൽ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു, നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നു, സ്ഥാനവും മേധാവിത്വവും 3 കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒന്ന് വിശ്വാസത്തിലൂടെ, അല്ലെങ്കിൽ അറിവിലൂടെ, അല്ലെങ്കിൽ ധനത്തിലൂടെ. അള്ളാഹു ഈ 3 കാര്യങ്ങളും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിൽ ഉണ്ടാക്കി. മറ്റൊരു സമൂഹം പുകഴ്ത്തിയിരുന്ന ആളുകളെയാണ് അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ കൂട്ടാളികളായി ലഭിച്ചത്. എന്ന് മാത്രമല്ല, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ ഹിക്മത്തിന്റെ ലോഹമെന്ന് ഇന്നും അറിയപ്പെടുന്നു. അനഹമതികളായ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ കുറിപ്പടികൾ ഉപയോഗിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നു. ഏതു തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നവർ, അവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ സമയം ഉൾപ്പെട്ടിരുന്നു. വലിയ വലിയ കുടുംബത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. മറ്റൊരു സ്ഥലത്ത് അവിശ്വാസികളുടെ ആഗ്രഹങ്ങളും അസൂയയും വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് വിവരിക്കുന്നു, അള്ളാഹു എപ്രകാരമുള്ള സംവിധാനം ഒരുക്കിയെന്നാൽ എല്ലാ സമയവും അവിശ്വാസികളുടെ ഹൃദയം കത്തിജ്വലിച്ച് ചാരമായിക്കൊണ്ടിരുന്നു. ഈ അഗ്നിയെ അണയ്ക്കുന്നതിനായി എന്ത് സംവിധാനം തയ്യാറാക്കണമെന്ന് അവർക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്തിൽ വന്നു ചേരാത്ത ഒരു ഉയർന്ന കുടുംബത്തിലെ അംഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഹദ്റത്ത് സുബൈർ വലിയൊരു കുടുംബത്തിലെ അംഗമായിരുന്നു. ഹദ്റത്ത് തൽഹ വലിയ ഒരു കുടുംബത്തിന്റെ അംഗമായിരുന്നു. ഹദ്റത്ത് ഉമർ വലിയ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു. അതുപോലെ ഹദ്റത്ത് അംർ ബിൻ ആസ്, ഖാലിദ് ബിൻ വലീദ് പിന്നീട് മുസ്ലിങ്ങളായി മക്കയിലെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അംറിന്റെ പിതാവ് ആസ് എതിരാളിയായിരുന്നു, എന്നാൽ അംർ മുസ്ലിമായി. വലീദ് എതിരാളിയായിരുന്നു, എന്നാൽ ഖാലിദ് മുസ്ലിമായി. അദ്ദേഹം എഴുതുന്നു, ചുരുക്കത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിനെ എതിർത്തിരുന്നു, എന്നാൽ അവരുടെ മക്കൾ സ്വയം തങ്ങളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. യുദ്ധഭൂമിയിൽ അവരുടെ പിതാക്കന്മാർക്കും ബന്ധുക്കൾക്കും എതിരിൽ വാളുകൾ ഉയർത്തി. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു, പിന്നെ മക്കയിലേക്ക് തിരിച്ചു വന്നതിനെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ ആരംഭത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരിൽ പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇബ്നു ഇസ്ഹാഖിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം 13 ആളുകൾക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ സാഹിബും മുസ്ലിങ്ങളുടെ ഒരു ജമാഅത്തിനോടൊപ്പം ഹബ്ഷയിലേക്ക് ആദ്യമായി ഹിജ്റത്ത് ചെയ്തു. ഹബ്ഷയിൽ താമസിച്ചുകൊണ്ടിരുന്ന വേളയിൽ ഖുറൈശികൾ വിശ്വാസികളായി എന്ന വാർത്ത പരന്നു. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വന്നു. ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്നു, ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തവർക്ക് മക്കയിലുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുജൂദ് ചെയ്തുവെന്ന വാർത്ത എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ തിരിച്ചു പുറപ്പെട്ടു. മുമ്പുള്ള ഖുത്ബകളിൽ ഇതിന്റെ വിശദീകരണവും ഞാൻ വിവരിച്ചിട്ടുള്ളതാണ്. അവരോടൊപ്പം കുറച്ച് ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അവർ സുജൂദിന് കാരണം എന്താണെന്ന് ചിന്തിച്ചു. അവരുടെ അഭിപ്രായം എല്ലാ വിശ്വാസികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു എന്നായിരുന്നു. അങ്ങനെ അവർ മക്കയ്ക്ക് സമയം എത്തിയപ്പോൾ യഥാർത്ഥ സംഭവം അവർക്ക് മനസ്സിലായി. ഹബ്ഷയിലേക്ക് തിരിച്ചു പോവുക എന്നത് അവർക്ക് പ്രയാസമായി തോന്നി. മറ്റു ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ അവിടെ നിന്ന് ഹബ്ഷയിലേക്ക് തിരിച്ചുപോയെന്നും ഇതും പറയപ്പെടുന്നുണ്ട്. മക്കയിൽ ആരുടെയും സംരക്ഷണം കൂടാതെ പ്രവേശിക്കുക എന്നത് അവരിൽ ഭയം ജനിപ്പിച്ചു. അങ്ങനെ ചിലർ തിരിച്ചുപോയി. എന്നിരുന്നാലും അവിടെ തന്നെ തങ്ങിയവർ, അവരിൽ ഓരോരുത്തരും മക്കാവാസികളിൽ നിന്ന് ആരുടെയെങ്കിലും സംരക്ഷണത്തിൽ വന്ന് മക്കയിൽ പ്രവേശിച്ചു. അവിടെ തിരിച്ചു എത്തിയവർ ആരുടെയെങ്കിലും അഭയം സ്വീകരിച്ചു, അല്ലെങ്കിൽ അഭയം ലഭിക്കുന്നവരെ വഴിയിൽ തന്നെ കുറച്ചു സമയം താമസിച്ചു. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ റളിയല്ലാഹു അൻഹു വലീദ് ബിൻ മുഅയ്റയുടെ സംരക്ഷണത്തിൽ പ്രവേശിച്ചു. ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും അദ്ദേഹത്തിന്റെ സഹാബത്തിനും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി കണ്ടു. ആളുകൾ മർദ്ദിക്കുകയും അക്രമം ചെയ്യുന്നതായും
ഉസ്മാൻ കണ്ടു. അദ്ദേഹം വലീദ് ബിൻ മുഗൈറയുടെ അഭയത്തിൽ ആ ദിവസങ്ങൾ സുഖമായി കഴിച്ചുകൂട്ടുകയായിരുന്നു. വലീദ് അവിശ്വാസികളുടെ നേതാക്കൾപ്പെട്ട ഒരു നേതാവാണ്. ആ മുസ്ലിം ആയിരുന്നു. അയാളുടെ സംരക്ഷണത്തിലായിരുന്നു അപ്പോൾ ഉസ്മാൻ. പറഞ്ഞു, അള്ളാഹുവാണ് എന്റെ രാവും പകലും ഒരു മുശ്രിക്കിന്റെ സംരക്ഷണത്തിൽ സമാധാനത്തോടെ കഴിഞ്ഞുപോകുന്നു. എന്നാൽ എന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും എന്നിൽ വല്ല കുറവുമുണ്ടാകും. അദ്ദേഹം സ്വയം ഇത് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം വലീദ് ബിൻ മുഗൈറയുടെ സമീപത്തെത്തി പറഞ്ഞു, അല്ലയോ അബു അബ്ദുഷംസ്, ഇത് വലീദ് ബിൻ മുഗൈറയുടെ വിളിപ്പേരായിരുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സംരക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് പോവുക എന്നതാണ്. കാരണം എനിക്കുള്ള മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുമാണ്. വലീദ് പറഞ്ഞു, അല്ലയോ എന്റെ സഹോദരപുത്ര. വലീദ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ വലിയ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ എന്റെ സഹോദരപുത്ര, നിനക്ക് എന്റെ സംരക്ഷണത്തിൽ വല്ല പ്രയാസമോ അപമാനമോ ഉണ്ടായിരുന്നു? അപ്പോൾ മറുപടി നൽകി, ഇല്ല. എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ അഭയത്തിൽ തൃപ്തനാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭയത്തിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നു. അവനെ കൂടാതെ മറ്റാരുടെയും അഭയത്തിന് ഞാൻ ആവശ്യക്കാരനല്ല. വലീദ് പറഞ്ഞു, കഅബ മന്ദിരത്തിലേക്ക് പോകാം. അവിടെ നീ ഏതുപോലെ ഞാൻ നിനക്ക് വിളംബരം നടത്തി അഭയം നൽകിയോ അതുപോലെ എന്റെ അഭയത്തെ വിളംബരം നടത്തി തിരികെ നൽകുക. ഹദ്റത്ത് ഉസ്മാനും പറഞ്ഞു, പോകാം. അങ്ങനെ അവർ രണ്ടുപേരും കഅബ മന്ദിരത്തിന് സമീപത്തെത്തി. ആളുകളുടെ മുന്നിൽ വിളംബരം നടത്തിക്കൊണ്ട് വലീദ് പറഞ്ഞു, ഇതാണ് ഉസ്മാൻ, എന്റെ സംരക്ഷണം തിരിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. ഉസ്മാൻ പറഞ്ഞു, അതെ, സത്യമാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ ഇദ്ദേഹത്തെ വാഗ്ദാനത്തിൽ സത്യസന്ധനും അഭയം നൽകുന്നതിൽ അന്തസ്സുള്ളവനുമായി കാണുന്നു. അതായത് അഭയം നൽകിയ വലീദ്. എന്നാൽ ഞാനിപ്പോൾ അള്ളാഹുവിനെ കൂടാതെ മറ്റാരുടെയും അഭയത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വലീദിന്റെ സംരക്ഷണത്തെ തിരിച്ചു നൽകിയിരിക്കുന്നു. അതിനുശേഷം ഹദ്റത്ത് ഉസ്മാൻ തിരിച്ചു വന്നു. ഹബ്ഷയിലേക്കുള്ള ഹിജറത്തിനെ കുറിച്ച് മുമ്പും വിവിധ സഹാബാക്കളുടെ വിവരണങ്ങൾ വന്നിട്ടുള്ളതാണ്. ചെറിയ നിലയിൽ ഇവിടെയും വിവരിക്കാം. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും അതിന്റെ വിവിധ ചരിത്ര ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ മേലുണ്ടായ അക്രമം അതിന്റെ ഔന്നിത്യത്തിലെത്തിയപ്പോൾ ഖുറൈശികൾ അവരുടെ പീഡനമുറകൾക്ക് ആക്കം കൂട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുക. പറഞ്ഞു, ഹബ്ഷയിലെ രാജാവ് നീതിമാനും ന്യായാധിപനുമാകുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ആരുടെയും മേൽ അക്രമം ഉണ്ടാവില്ല. ഹബ്ഷ ഇപ്പോ എത്യോപ്യ എന്നും അബീസിനിയ എന്നുമാണ് വിളിക്കപ്പെടുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വടക്ക് കിഴക്ക് ആയി ഇത് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർത്തും അത് ദക്ഷിണ അറേബ്യയ്ക്ക് അഭിമുഖമായി വരുന്നു. മധ്യത്തിൽ റെഡ് സീ കൂടാതെ മറ്റൊരു രാജ്യവുമില്ല. ആ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ക്രിസ്തീയ ഭരണകൂടം അവിടെ സ്ഥാപിതമായിരുന്നു. അവിടെയുള്ള രാജാവിനെ നജ്ജാഷി എന്നാണ് വിളിച്ചിരുന്നത്. ഇതുവരെയും അവിടെയുള്ള ഭരണാധികാരിയെ ഇതേ പേരിലാണ് വിളിച്ചു പോരുന്നത്. ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. ഹബ്ഷയുമായി അറേബ്യയ്ക്ക് കച്ചവട ബന്ധമായിരുന്നു. ആ കാലത്തെ നജ്ജാഷിയുടെ യഥാർത്ഥ പേര് ഹസ്അമ എന്നായിരുന്നു. ഒരു നീതിമാനും ന്യായാധിപനുമായ അറിയപ്പെട്ടിരുന്നു. ശക്തനായ രാജാവായിരുന്നു അദ്ദേഹം. അങ്ങനെ മുസ്ലിങ്ങളുടെ മേലുണ്ടായ അക്രമം അതിന്റെ പാരിമതിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആർക്കെല്ലാമാണ് സാധിക്കുക അവരെല്ലാം ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം നുബുവത്ത് വാദത്തിന് 5 കൊല്ലത്തിനു ശേഷം റജബ് മാസം 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ പ്രകാരമാണ്: ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ റുഖയ്യ ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ഇബ്നു അൽ അവാം, അബൂ ഹുദൈഫ ബിൻ ഉത്ബ, ഉസ്മാൻ ബിൻ മസ്ഊദ്, മുൻസബ് ബിൻ ഉമൈർ, അബൂ സൽമ ബിൻ അബ്ദുൽ അസദ്, അദ്ദേഹത്തിന്റെ ഭാര്യ സൽമ. അദ്ദേഹം എഴുതുന്നു, ഒരു പ്രത്യേകമായ കാര്യം, ആദ്യകാല മുഹാജിരീങ്ങളിൽ അധികവും ശക്തരായ ഗോത്രങ്ങളുമായി ബന്ധം പുലർത്തിയവരായിരുന്നു. ബലഹീനർ വളരെ കുറച്ചുപേരായിരുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒന്നാമതായി,
ശക്തരായ ഗോത്രവുമായി ബന്ധം പുലർത്തിയിരുന്നവരും ഖുറൈശികളുടെ അക്രമത്തിൽ നിന്ന് മോചിതരായിരുന്നില്ല. രണ്ടാമതായി, ബലഹീനരായ ആളുകൾ, അടിമകളെ പോലെയുള്ളവർ, അവർ വളരെയധികം ബലഹീനരും നിസ്സഹായരുമായിരുന്നു. അവർ ഹിജ്റത്ത് ചെയ്യാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തന്റേതായ ശൈലിയിൽ ഈ സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ തന്റെ മക്കയിലെ അഭയവും പിന്നെ ലബീദ് ബിൻ റബീഅയുടെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹം എഴുതിയിരുന്നു, മുമ്പും പറഞ്ഞിരുന്നു, തന്റെ അഭയം അദ്ദേഹം തിരിച്ചു നൽകിയിരുന്നു. അദ്ദേഹം എഴുതുന്നു, മക്കാവാസികളുടെ അക്രമം പാരമ്യത്തിലെത്തിയപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ അനുയായികളെ വിളിച്ചു പറഞ്ഞു, പടിഞ്ഞാറ് സമുദ്രത്തിനപ്പുറം ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന മൂലം അക്രമം ചെയ്യപ്പെടുകയില്ല, മതം മാറിയത് മൂലം ആളുകളെ കൊല ചെയ്യുകയുമില്ല. അവിടെ ഒരു നീതിമാനായ രാജാവുണ്ട്. നിങ്ങൾ ഹിജ്റത്ത് ചെയ്ത് അവിടേക്ക് പോകുക. ഒരുപക്ഷെ അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന്റെ മാർഗം ലഭിക്കുന്നതാണ്. കുറച്ച് മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അബീസീനിയയിലേക്ക് പുറപ്പെട്ടു. അവർ മക്കയിൽ നിന്ന് പുറത്തു കടന്നത് ഒരു നിസ്സാര സംഭവമായിരുന്നില്ല. വളരെ വികാരഭരിതമായ ഒരു വശം അതിലുണ്ടായിരുന്നു. രാജ്യം ഉപേക്ഷിക്കുക എന്നത് പൊതുവായ ഒരു നിസ്സാരമായ കാര്യമായിരുന്നില്ല. കാരണം മക്കയിലുള്ളവർ സ്വയം തങ്ങളെ കഅബ മന്ദിരത്തിന്റെ സംരക്ഷകർ എന്ന് കരുതിപ്പോന്നിരുന്നു. മക്കയ്ക്ക് പുറത്തു പോവുക എന്നത് അസഹനീയമായ വേദനയുണ്ടാക്കിയിരുന്നു. ഇത് മക്കയിൽ നിന്ന് പുറത്തായി ലോകത്ത് എവിടെയും താമസ സൗകര്യം ബാക്കിയില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആളുകൾ പുറത്തായ സംഭവം വളരെ വേദന നിർഭരമായിരുന്നു. എന്ന് മാത്രമല്ല, ഒളിച്ചും പാത്തുമാണ് അവർ പുറത്തു കടന്നത്. കാരണം അവർക്കറിയാമായിരുന്നു, അവർ പുറപ്പെടുന്നത് മക്കാവാസികൾ അറിഞ്ഞാൽ അവരെ പുറത്തു കടക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അത് കാരണം അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും അവസാനമായി ഒന്ന് കാണാൻ പോലും അവർക്ക് സാധിച്ചില്ല. രഹസ്യമായി പുറപ്പെട്ട കാരണം ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും കാണാൻ സാധിച്ചില്ല. അവിടെ ഹൃദയാവസ്ഥ പ്രകാരമെന്നാൽ അത് കണ്ടു നിൽക്കുന്നവരും അവിടെ വേദനയിൽ പ്രഭാവിതരാകുമായിരുന്നു. ഈ വിധം ഹിജ്റത്ത് ചെയ്ത അവരുടെ അവസ്ഥയിൽ അന്യർ പോലും പ്രഭാവിതരാകുമായിരുന്നു. അങ്ങനെ ഈ സംഘം പുറപ്പെടുന്ന സമയം ഹദ്റത്ത് ഉമർ ആ സമയം വരെ കാഫിറും ഇസ്ലാമിന്റെ വലിയ ശത്രുവുമായിരുന്നു. മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരിൽ മുൻനിരയിലെ ആളായിരുന്നു. യാദൃച്ഛികമായി ആ സംഘത്തിലെ ചില ആളുകളെ കണ്ടു. അതിൽ ഉമ്മെ അബ്ദുള്ള എന്നു പേരുള്ള ഒരു സഹാബിയായും ഉണ്ടായിരുന്നു. സാധനങ്ങൾ നിറച്ച് തയ്യാറാക്കിയ സവാരി കണ്ടപ്പോൾ ഹദ്റത്ത് ഉമർ മനസ്സിലാക്കി ഇവർ മക്ക വിട്ടു പോവുകയാണ്. ഉടൻ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഉമ്മെ അബ്ദുള്ള, ഇത് ഹിജ്റത്തിന്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. അതിൽ ഉമ്മെ അബ്ദുള്ള മറുപടിയായി നൽകി, അതെ, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വേറെ വല്ല രാജ്യത്തേക്കും പോവുകയാണ്. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം നൽകിയിരിക്കുന്നു, ഞങ്ങളുടെ മേൽ ഒരുപാട് അക്രമങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്കായി ഈ രാജ്യത്തെ അള്ളാഹു എളുപ്പവും സമാധാനവും ഉണ്ടാക്കുന്നില്ലയോ അതുവരെ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു വരില്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, അതെ, അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഉമ്മ അബ്ദുള്ള പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു ഇടർച്ച കണ്ടു. അത് ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് നടന്നുപോയി. അതായത് ഹദ്റത്ത് ഉമർ അവിടെ നിന്ന് കടന്നുപോയി. ഉമ്മ അബ്ദുള്ള പറഞ്ഞു, ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പ്രകൃതം വല്ലാതെ വിഷമിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ ഹിജ്റത്ത് ചെയ്യുന്ന വിവരം മക്കക്കാർക്ക് ലഭിച്ചപ്പോൾ അവർ ഇവരെ തിരഞ്ഞു പുറപ്പെട്ടു. സമുദ്രം വരെ അവരെ പിന്തുടർന്നു. എന്നാൽ ഇവർ സമുദ്രത്തിൽ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ മുസ്ലിങ്ങൾ ഹബ്ഷയിലേക്ക് കടന്നു കളഞ്ഞു. ഇത് മനസ്സിലാക്കിയ മക്കാവാസികൾ ഒരു സംഘത്തെ ഹബ്ഷയിലെ രാജാവിന്റെ അടുത്തേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ മുസ്ലിങ്ങൾക്കെതിരിൽ തിരിക്കുകയും മക്കാവാസികൾക്ക് അവരെ തിരികെ നൽകാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യാം. അങ്ങനെ ഈ സംഘം ഹബ്ഷയിലെത്തി.
രാജാവിനെ കണ്ടു. അവർ കൊട്ടാരത്തിലെ പ്രമാണിമാരെയും പ്രകോപിപ്പിച്ചു. എന്നാൽ അള്ളാഹു ഹബ്ഷയുടെ രാജാവിന്റെ ഹൃദയത്തിൽ ശക്തി പകർന്നു. അദ്ദേഹം ഇവരുടെ നിർബന്ധത്തിൽ വഴങ്ങിയില്ല. കൂടാതെ കൊട്ടാര പ്രമാണിമാർ മക്കക്കാരുടെ പ്രകോപനത്താൽ അവരെ അംഗീകരിച്ചിരുന്നു. അവരുടെ നിർബന്ധത്തിനും അവരെ തിരികെ മക്കക്കാർക്ക് നൽകുക എന്ന് രാജാവിനോട് പറഞ്ഞിട്ടും അദ്ദേഹം മുസ്ലിങ്ങളെ കാഫിറുകൾക്ക് നൽകുന്നതിനെ നിഷേധിച്ചു. അങ്ങനെ ആ സംഘം നിരാശരായി തിരികെ പോയി. അപ്പോൾ മക്കാവാസികൾ മുസ്ലിങ്ങളെ തിരികെ വിളിക്കാൻ മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചു. അവർ ഹബ്ഷയിൽ പോകുന്ന ചില സംഘങ്ങൾക്ക് മക്കയിലെ എല്ലാ ആളുകളും മുസ്ലിങ്ങളായി എന്ന വാർത്ത നൽകാൻ തുടങ്ങി. അങ്ങനെ ആ വാർത്ത ഹബ്ഷയിലെത്തിയപ്പോൾ അധിക മുസ്ലിങ്ങളും സന്തോഷത്തോടെ മക്കയിലേക്ക് തിരിച്ചു പുറപ്പെട്ടു. എന്നാൽ മക്കയിലെത്തിയപ്പോൾ മനസ്സിലായി ആ വാർത്ത വ്യാജമായ നിലയിൽ പ്രചരിച്ചതാണ്. അതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല. അതിൽ മുമ്പ് വിവരിച്ചതുപോലെ ചില ആളുകൾ ഹബ്ഷയിലേക്ക് തിരിച്ചുപോയി. കുറച്ചുപേർ മക്കയിൽ തന്നെ താമസിച്ചു. ഹദ്റത്ത് മുസ്ലിമോദ് എഴുതുന്നു, അവിടെ താമസിച്ചവരിൽ ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊനും ഉണ്ടായിരുന്നു. അദ്ദേഹം മക്കയിലെ ഒരു വലിയ നേതാവിന്റെ മകനായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സുഹൃത്ത് വലീദ് ബിൻ മുഗൈറ അദ്ദേഹത്തിന് അഭയം നൽകി. അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ മക്കയിൽ താമസിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കാലയളവിൽ അദ്ദേഹം കണ്ടു, ചിലർ മറ്റു മുസ്ലിങ്ങൾക്ക് പ്രയാസം നൽകിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അതിന്റെ ശക്തമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അദ്ദേഹം സ്വയം അഭിമാനമുള്ള യുവാവായിരുന്നു. വലീദിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ അഭയത്തെ തിരികെ നൽകുകയാണ്. കാരണം മറ്റു മുസ്ലിങ്ങൾ പ്രയാസത്തിൽ അകപ്പെടുകയും ഞാൻ സമാധാനത്തിൽ കഴിയുക എന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ വലീദ് ഉസ്മാൻ ഇനി എന്റെ സംരക്ഷണത്തിലല്ല എന്ന് വിളംബരം ചെയ്തു. അതിനുശേഷം ഒരു ദിവസം മക്കയിലെ പ്രശസ്തനായ കവി ലബീദ് മക്കയിലെ നേതാക്കന്മാരുമായി ഇരിക്കുകയായിരുന്നു. തന്റെ കവിത ചെല്ലാൻ തുടങ്ങി. അയാൾ ഈ വരിപാടി വകുല്ലു നഈമിൻ ലാ മഹാലത ദാഇലുൻ, അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: എല്ലാ അനുഗ്രഹങ്ങളും അവസാനം മാഞ്ഞു പോകുന്നതാണ്. ഉസ്മാൻ ബിൻ മസ്ഊൻ പറഞ്ഞു, ഇത് തെറ്റാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നതാണ്. ലബീദ് ഒരു വലിയ വ്യക്തിയായിരുന്നു. ഇത് കേട്ട് ആവേശഭരിതനായ അയാൾ പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, നിങ്ങളുടെ അതിഥികളെ മുമ്പൊരിക്കലും അപമാനിതരാക്കിയിട്ടില്ല. ഈ രീതി എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? അതിലൊരാൾ പറഞ്ഞു, ഇയാളൊരു വിഡ്ഢിയാണ്, അയാളുടെ വാക്കുകൾ ഗൗനിക്കേണ്ടതില്ല. അതിൽ ഉസ്മാൻ തന്റെ വാക്കുകൾ ഉറച്ചു നിന്നു. ഇതിൽ എന്ത് വിഡ്ഢിത്തമാണുള്ളത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അതിലൊരു വ്യക്തി എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രഹരിച്ചു, മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അതുമൂലം അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ നീരുവെച്ചു. അദ്ദേഹത്തിന് മുമ്പ് അഭയം നൽകിയ വലീദ് ആ സമയം ആ സദസ്സിലുണ്ടായിരുന്നു. ഉസ്മാന്റെ പിതാവുമായി വളരെ ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉസ്മാന്റെ പിതാവ് വഫാത്തായിരുന്നു. തന്റെ മരണപ്പെട്ട സുഹൃത്തിന്റെ മകനുണ്ടായ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വളരെ ദുഃഖത്തോടെ ഉസ്മാൻ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദരപുത്ര, അള്ളാഹുവിനെ കൊണ്ട് സത്യം, നിന്റെ ഈ കണ്ണിന് സംഭവിച്ച ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു നീ ആ വലിയ സംരക്ഷണത്തിന് കീഴിലായിരുന്നുവെങ്കിൽ, അതായത് വലീദിന്റെ സംരക്ഷണത്തിലായിരുന്നുവെങ്കിൽ. എന്നാൽ നീ സ്വയം തന്നെ എന്റെ സംരക്ഷണത്തെ മടക്കി. അതുകൊണ്ട് ഈ ദിവസം നിനക്ക് കാണേണ്ടതായി വന്നു. ഉസ്മാൻ മറുപടി പറഞ്ഞു, ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അതാണ് എനിക്ക് സംഭവിച്ചത്. നിങ്ങൾ എന്റെ നഷ്ടപ്പെട്ട കണ്ണുകളിൽ നോക്കി ദുഃഖം ആചരിക്കുമ്പോൾ, എന്നാൽ എന്റെ ആരോഗ്യമുള്ള കണ്ണ് എന്റെ സഹോദരിക്ക് സംഭവിച്ചതുപോലെ എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നോർത്ത് വിറകൊള്ളുകയാണ്. എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ സംബന്ധിച്ച് വലീദിന് ഉസ്മാൻ നൽകിയ മറുപടി ഇതാണ്: എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക മതിയായതാണ്. അദ്ദേഹം ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ? എനിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം മതി. ഉസ്മാൻ ബിൻ മസ്ഊൻ, അറേബ്യയിലെ പ്രശസ്തനായ കവി ലബീദ് ബിൻ റബീഅ എന്നിവരുടെ സംഭവം ചരിത്രത്തിൽ വരുന്നത് കൂടി വിവരിക്കാം.
മുമ്പ് വിരിച്ചതുപോലെ അറേബ്യയിലെ ഒരു പ്രശസ്തനായ കവിയായിരുന്നു. ഖുറൈശികളുടെ സദസ്സിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ഹസ്രത്ത് ഉസ്മാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു. ആദ്യം ഈ വരി ചൊല്ലി, അലാ കുല്ലി ഷൈഇൻ മാ ഖലാ അല്ലാഹ് ബാത്തിൽ. ഓർത്തുകൊള്ളുക, അല്ലാഹു അല്ലാതെ മറ്റെല്ലാം അസത്യങ്ങളാകുന്നു. അതിൽ ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു, നീ സത്യമാണ് പറഞ്ഞത്. പിന്നെ ലബീദ് പറഞ്ഞു, വകുല്ലു നഈമുൻ ലാ മഹാലത സായിലുൻ. നിശ്ചയമായും എല്ലാ അനുഗ്രഹങ്ങളും അസ്തമിക്കുന്നതാണ്. ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു, നീ കളവാണ് പറയുന്നത്. ആളുകൾ അദ്ദേഹത്തെ നോക്കി. ലബീദിനോട് പറഞ്ഞു, വീണ്ടും നിങ്ങൾ ചൊല്ലുക. അത് ലബീദ് രണ്ടാമതും ചൊല്ലി. അപ്പോഴും ഹസ്രത്ത് ഉസ്മാൻ അതുപോലെ തന്നെ ആദ്യം ഒന്ന് സാക്ഷ്യപ്പെടുത്തി, രണ്ടാമത് കളവാക്കി. കാരണം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അസ്തമിക്കുകയില്ല. ആ കവി ലബീദ് പറഞ്ഞു, അല്ലയോ ഖുറൈശികളുടെ സംഘമേ, നിങ്ങളുടെ സദസ്സിൽ ഇത്തരത്തിലായിരുന്നില്ലല്ലോ. അതിലൊരു വിഡ്ഢി എഴുന്നേറ്റ് അയാൾ ഹസ്രത്ത് ഉസ്മാന്റെ മുഖത്ത് അടിച്ചു, അല്ലെങ്കിൽ മുഷ്ടി കൊണ്ട് മർദ്ദിച്ചു. അതുമൂലം അദ്ദേഹത്തിന്റെ കണ്ണ് നീലനിറമായി വീർത്തു. അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ പറഞ്ഞു, ഉസ്മാൻ, അല്ലാഹുവാണ് സത്യം, നീ ഒരു ശക്തമായ അഭയത്തിന്റെ കീഴിലായിരുന്നു. ഇപ്പോൾ നിനക്കുണ്ടായ കാര്യത്തിൽ നിന്ന് നിന്റെ കണ്ണുകൾ സുരക്ഷിതമാകുമായിരുന്നു. അതിൽ ഉസ്മാൻ പറഞ്ഞു, അല്ല, അല്ലാഹുവിന്റെ അഭയമാണ് കൂടുതൽ സുരക്ഷിതവും കൂടുതൽ അന്തസ്സുള്ളതും. എന്റെ രണ്ടാമത്തെ കണ്ണും മറ്റേ കണ്ണിന് സംഭവിച്ചത് പ്രയാസത്തെ ആഗ്രഹിക്കുന്നു. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരെയും പിൻപറ്റേണ്ടത് നിർബന്ധമാണ്. വലീദ് പറഞ്ഞു, എന്റെ അഭയത്തിൽ നിനക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? അല്ലാതെ ഉസ്മാൻ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ അഭയമല്ലാതെ മറ്റൊരു അഭയത്തിന്റെയും ആവശ്യമില്ല. ഇതായിരുന്നു അവരുടെ ഈമാന്റെ അവസ്ഥ. അവരുടെ കൂട്ടാളികൾക്കായി ഒരു വേദന ഉണ്ടായിരുന്നു. അവർ വിഷമത്തിലാണെങ്കിൽ ഞങ്ങൾ എന്തിന് രക്ഷപ്പെടണം? മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സ്നേഹത്തിന്റെ ബന്ധമായിരുന്നു. അദ്ദേഹം പ്രയാസത്തിലാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെടണം? മറ്റ് സഹാബാക്കളുടെ അവസ്ഥയിലും ഇവർക്ക് വിഷമം അനുഭവപ്പെട്ടിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹസ്രത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ ഇത്തരത്തിൽ മറുപടി പറയാൻ കാരണം അദ്ദേഹം വിശുദ്ധ ഖുർആൻ കേട്ടിരുന്നു, ഇസ്ലാമിക അധ്യാപനങ്ങൾ മനസ്സിലാക്കിയിരുന്നു, ഖുർആൻ വായിക്കുകയും ചെയ്തിരുന്നു. അവരുടെ മുന്നിൽ കവിതകൾക്ക് യാതൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, പിന്നീട് ലബീദ് മുസ്ലിമായി. അദ്ദേഹം എഴുതുന്നു, ലബീദും പിന്നീട് മുസ്ലിം ആയപ്പോൾ ഇതേ രീതി തന്നെയാണ് അവലംബിച്ചത്. അങ്ങനെ ഒരിക്കൽ ഹസ്രത്ത് ഉമർ തന്റെ ഗവർണറോട് പറഞ്ഞു, എനിക്ക് ചില പ്രശസ്ത കവിതാക്കളുടെ പുതിയ കവിതകൾ അയച്ചു നൽകുക. അതിൽ ലബീബ് ആ സമയം മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തോടും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ എഴുതി അയച്ചു നൽകി. ഹസ്രത്ത് ഉസ്മാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന ബന്ധവും സ്നേഹവും ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. നിവേദനത്തിൽ വരുന്നു, അദ്ദേഹം വഫാത്തായപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ചുംബനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ പുറപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മകൻ ഇബ്രാഹിം വഫാത്തായപ്പോൾ ആ സമയത്ത് അവിടുന്ന് ആ മൃതദേഹത്തോട് പറഞ്ഞു, അൽഹിഖ് ബി സലഫിന സാലിഹ് ഉസ്മാൻ ബിൻ മദഊൻ, അതായത് നമ്മുടെ സാലിഹും പ്രിയപ്പെട്ടവനുമായ ഉസ്മാൻ ബിൻ മസ്ഊന്റെ സമീപത്തേക്ക് ചെല്ലുക. ഹദരത്ത് ഉസ്മാൻ ബിൻ മസ്ഊന്റെ മദീനയിലേക്കുള്ള ഹിജ്റത്ത് സംഭവം ഇപ്രകാരമാണ്. ഹദരത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ, ഹദരത്ത് ഉസാമ ബിൻ മസ്ഊൻ, ഹദരത്ത് അബ്ദുല്ല ബിൻ മസ്ഊൻ, ഹദരത്ത് സാഹിബ് ബിൻ ഉസ്മാൻ മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ഹദരത്ത് അബ്ദുല്ല ബിൻ സലമ ജിലാനിയുടെ വീട്ടിൽ താമസിച്ചു. മറ്റു നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ എല്ലാവരും ഹദരത്ത് ഹസാം ബിൻ വദിയായുടെ അടുത്തായിരുന്നു താമസിച്ചതെന്ന് പറയപ്പെടുന്നു. മുഹമ്മദ് ബിൻ ഉമർ വാഖദി വിവരിക്കുന്നു, മസ്ഊന്റെ കുടുംബത്തിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഒത്തുചേർന്ന് ഹിജ്റത്ത് ചെയ്യാൻ തയ്യാറായി. അതിൽപ്പെട്ട ഒരാളും മക്കയിൽ അവശേഷിച്ചില്ല. ഹദരത്ത് ഉമ്മെ അലാഹ് പറയുന്നു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിരീങ്ങളും മദീനയിലെത്തിയപ്പോൾ തങ്ങളുടെ വീട്ടുകളിൽ താമസിക്കണമെന്നായിരുന്നു അൻസാറുകളുടെ ആഗ്രഹം. അതിൽ അവർക്കായി നറുക്കെടുപ്പ് നടന്നു. അത് ഉസ്മാൻ ബിൻ മസ്ഊൻ ഞങ്ങൾക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് ഉസ്മാൻ ബിൻ മസ്ഊനും ഹസ്രത്ത് അബൂ ഹൈസം ബിൻ തൈഹാനുമിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഹസ്രത്ത് ഉസ്മാൻ മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം എല്ലാവരെക്കാളും അധികമായി വളരെ ആവേശത്തോടെയാണ് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ആഗ്രഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. സ്ത്രീകളിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്തെ ഉപേക്ഷിച്ച് സ്വയം വന്ധ്യത സ്വീകരിക്കുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്യുന്നതിനെ വിരോധിച്ചു. ഇത് ചരിത്രഗ്രന്ഥമായ അബദുൽ ആബിൽ എഴുതിയിരിക്കുന്നു. പിന്നീട് വരുന്ന നിവേദനങ്ങൾ ഇപ്രകാരമാണ്. ഒരിക്കൽ ഹസ്രത്ത് ഉസ്മാൻ ബിൻ മസ്ഊദിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുത്ത് വന്നിരുന്നു. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരെ കണ്ടു. അവരുടെ തലമുടിയും അതുപോലെ തന്നെ വസ്ത്രവും വളരെ വൃത്തിഹീനമായിരുന്നു. ഇത്രയും അവസ്ഥ നീ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നീ നിന്റെ അവസ്ഥ ഭംഗിയാക്കാൻ നിന്റെ ഭർത്താവിനേക്കാൾ ധനികനായ ആരും ഖുറൈശികളിലില്ല. നിനക്കതിന് കഴിവില്ല എങ്കിലും നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഭംഗിയാക്കി വെക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഹദ്റത്ത് ഉസ്മാന്റെ ഭാര്യ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യമാരോട് പറഞ്ഞു. അവർ എല്ലാവരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞു, അദ്ദേഹത്തിനായി എന്നിലൊന്നുമില്ല. അതായത് അവർ പറയുന്നത് ഉസ്മാന്റെ കൈവശം സമ്പത്തുണ്ട് എന്നാണ്. അതൊന്നും തന്നെയില്ല. എന്തുകൊണ്ടില്ല? കാരണം എനിക്കായി യാതൊരു വികാരവും അദ്ദേഹത്തിലില്ല. അദ്ദേഹം രാത്രിയിലും ആരാധനകൾ നിർവഹിക്കുന്നു, അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിയുന്നു, എന്നെ ശ്രദ്ധിക്കുകയില്ല, പകൽ നോമ്പും അനുഷ്ഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ ഹദ്റത്ത് ഉസ്മാന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനെ കണ്ടു പറഞ്ഞു, എന്റെ വ്യക്തിത്വത്തിൽ എന്റെ മാതൃകയൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ അങ്ങയിൽ ബലിയായിരിക്കട്ടെ, ഞാൻ അങ്ങയിൽ അനുരക്തനാണ്. എന്താണ് സംഭവിച്ചത്? അത് ഉസ്മാൻ പറഞ്ഞു, ഞാൻ പരിശ്രമിക്കുന്നത് തന്നെ അങ്ങയെ പോലെ നടക്കാനാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി ഇബാദത്തുകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നിന്റെ കണ്ണുകൾക്ക് നിന്റെ മേൽ അവകാശമുണ്ട്, നിന്റെ ശരീരത്തിനും നിന്റെ മേൽ അവകാശമുണ്ട്, നിന്റെ കുടുംബത്തിനും നിന്റെ മേൽ അവകാശമുണ്ട്, നിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും നിന്റെ മേൽ അവകാശമുണ്ട്. നിസ്കരിക്കുക, എന്നാൽ ഉറക്കവും നിർബന്ധമാണ്. രാത്രി ഉണർന്ന് നഫലുകൾ നിർവഹിക്കുക, എന്നാലും ഉറങ്ങേണ്ടത് നിർബന്ധമാണ്. നോമ്പ് അനുഷ്ഠിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇനി നഫലായ നോമ്പുകൾ വെക്കുന്നെങ്കിൽ വെച്ചുകൊള്ളുക, എന്നാൽ കുറച്ചു ദിവസം വിടവുണ്ടാകണം. ഈ കാര്യം ഹദ്റത്ത് ഉസ്മാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ അടുത്ത് വന്നു. അപ്പോൾ അവർ പുതിയ പെണ്ണിനെ പോലെ സുഗന്ധം പൂശിയിരുന്നു. അവർ പറഞ്ഞു, ഇന്ന് വലിയ ഒരുക്കത്തിലാണല്ലോ, എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എനിക്കും ലഭിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ആയിഷയുടെയും ഇതിനെക്കുറിച്ച് നിവേദനമുണ്ട്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മസ്ഊദിനെ വിളിപ്പിച്ചു പറഞ്ഞു, നീ എന്റെ രീതിയെ ഇഷ്ടപ്പെടുന്നുവോ അതോ അതിനോട് അനിഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അങ്ങയുടെ രീതികളാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നു, നമസ്കരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ നോമ്പ് അനുഷ്ഠിക്കും, ചിലപ്പോൾ അനുഷ്ഠിക്കുകയില്ല. സ്ത്രീകളെ വിവാഹം കഴിച്ചു. അല്ലയോ ഉസ്മാൻ, നീ അള്ളാഹുവിനെ ഭയക്കുക. നിന്റെ മേൽ നിന്റെ ഭാര്യയ്ക്കും അവകാശമുണ്ട്, നിന്റെ അതിഥികൾക്കും അവകാശമുണ്ട്, നിന്റെ നഫ്സിനും നിന്റെ മേൽ അവകാശമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുക, ചിലപ്പോൾ വിട്ടുനിൽക്കുക, നമസ്കരിക്കുകയും ചെയ്യുക, ഉറങ്ങുകയും ചെയ്യുക. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ബുഖാരിയുടെ വെളിച്ചത്തിൽ വിവരിക്കുന്നു. സഅദ് ബിൻ അബി വക്കാസ് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാനുള്ള അനുവാദം ചോദിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിരുന്നുവെങ്കിൽ ഞങ്ങളും വന്ധീകരണം ചെയ്യാൻ തയ്യാറാകുമായിരുന്നു. ആ വികാരത്തില്ലായ്മ ചെയ്യാൻ പൂർണ്ണമായും പരിശ്രമിക്കുമായിരുന്നു. ബുഹാരിയിലെ ഹദീസിൽ അതിന്റെ തർജുമ പറയാം. അതിപ്രകാരമാണ്,
അസാദ് ബിൻ വഖാസ് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏകനായി കഴിയുന്നതിന് അനുവാദം ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചു. സഹീഹ് ബുഖാരിയിലെ കിതാബുൽ നിക്കാഹിലാണ് ഈ ഹദീസുള്ളത്. പിന്നെ ഇവിടെ ഇതും വിവരിക്കുന്നു, മുമ്പ് വിവരിച്ചതുപോലെ ഒരുപക്ഷെ അവിടുന്ന് അനുവാദം നൽകിയിരുന്നുവെങ്കിൽ ഞങ്ങളും ഒരുപക്ഷെ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നതായിരിക്കും. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഉസ്മാൻ ബിൻ മസ്ഊൻ ബനു ജുമായിൽപ്പെട്ടയാളാണ്. അങ്ങേയറ്റം സൂഫി പ്രകൃതത്തിനുടമയായിരുന്നു. അദ്ദേഹം ജാഹിലിയ കാലത്ത് തന്നെ മദ്യം ഉപേക്ഷിച്ചിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും മദ്യം കഴിച്ചിരുന്നില്ല. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ലോകത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിൽ സന്യാസം അതിന് അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞു. ഇസ്ലാം പറയുന്നത് ലോകത്ത് താമസിച്ച് ലോകത്തിലെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കുക എന്നാണ്. അള്ളാഹുവാണ് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ അള്ളാഹുവിനെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അവൻ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം. ഹദ്റത്ത് ഖുദാമ ബിൻ മസ്ഊൻ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊന് തന്റെ സവാരിയുടെ പുറത്തിരിക്കുന്നതായി കണ്ടു. ഹദ്റത്ത് ഉസ്മാൻ തന്റെ സവാരിയിൽ ഇരിക്കുകയായിരുന്നു. ഹസാമ എന്ന താഴ്വരയിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി. ഹസായ ദുൽ ഖുലൈഫയ്ക്ക് ശേഷം ജോഫയുടെ മാർഗത്തിൽ മദീനയിൽ നിന്ന് 70 മൈൽ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്തിന്റെ ലൊക്കേഷനാണ് പറയുന്നത്. ഹദ്റത്ത് ഉമറിന്റെ ഒട്ടകം ഹദ്റത്ത് ഉസ്മാന്റെ ഒട്ടകത്തെ ഒന്ന് തള്ളി അല്ലെങ്കിൽ അമർത്തി അതിന്റെ ഒരുപാട് അടുത്ത് ചെന്നതിനെ ഒന്ന് തള്ളുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവാരി ആ സംഘത്തിൽ വളരെ മുന്നിലായിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ പറഞ്ഞു, അല്ലയോ ഹൽക്കൽ ഫിത്ന, താങ്കൾ എനിക്ക് ബുദ്ധിമുട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. സവാരികൾ നിന്നപ്പോൾ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് അടുത്തു വന്നു പറഞ്ഞു, അല്ലയോ അബൂ സാഹിബ്, അതായത് ഉസ്മാൻ ബിൻ മസ്ഊദിനോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഏത് പേരാണ് എന്നെ കൂട്ടി വിളിച്ചത്? ഹൽക്കൽ ഫിത്ന എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാനല്ല നിങ്ങളുടെ ഈ പേര് വെച്ചത്. ആ പേര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് താങ്കൾക്ക് വെച്ചത്. പിന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തിന്റെ മുന്നിലുണ്ട്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതിനുശേഷം ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊദ് പറഞ്ഞു, മുന്നിലുണ്ട്, ചോദിച്ചു നോക്കിക്കൊള്ളുക. പിന്നെ വിശദീകരിക്കുകയുണ്ടായി സംഭവം. ഒരിക്കൽ ഞങ്ങളുടെ അടുത്തുകൂടി താങ്കൾ പോവുകയുണ്ടായി, അതായത് ഹദ്റത്ത് ഉമർ അടുത്തൂടെ പോയി. അപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊപ്പം ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വ്യക്തി ഹൽക്കുൽ ഫിത്നയാണ്, അതായത് ഫിത്നയുടെ മാർഗത്തിലെ തടസ്സമാകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇദ്ദേഹത്തിനും ഫിത്നയ്ക്കും ഇടയിൽ ഒരു വാതിലുണ്ടാകും. അദ്ദേഹം അതുപോലെ ശക്തമായ നിലയിൽ ബന്ധിതമായിരിക്കും. ഏതുവരെ ഈ വ്യക്തി നിങ്ങൾ ജീവിച്ചിരിക്കും, അതായത് ഹദ്റത്ത് ഉമർ ഏതുവരെ ജീവിച്ചിരിക്കും, ഒരു ഫിത്നയും ഇസ്ലാമിൽ ഉണ്ടാകുകയില്ല. ചരിത്രവും ഇത് തന്നെയാണ് പറയുന്നത്. അതിനുശേഷമാണ് കൂടുതൽ ഫിത്നകൾ ആരംഭിച്ചത്. ഇവിടെ ഉസ്മാൻ ബിൻ മസ്ഊൻ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിനെ സംബന്ധിച്ച് ഖലഖുൽ ഫിത്ന എന്ന പദം പ്രയോഗിക്കുകയുണ്ടായി. അതിന്റെ വിശദീകരണം വിവരിക്കാം. ഹദ്റത്ത് ഖുദൈഫ വിവരിക്കുന്നു, ഞങ്ങൾ ഹദ്റത്ത് ഉമറിന്റെ സമീപത്ത് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഫിത്നയെ സംബന്ധിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം ഓർമ്മ വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ. ഏതുപോലെ അവിടുന്ന് പറഞ്ഞു അതുപോലെ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓർമ്മ വെച്ചിരിക്കുന്നു. അപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങൾ നിവേദനം ചെയ്യുന്നതിൽ വലിയ ധൈര്യം കാണിച്ചിരിക്കുന്നു. നിങ്ങൾ വലിയ ദൃഢവിശ്വാസത്തോടു കൂടിയാണ് തങ്ങൾ ഇക്കാര്യം പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ നിവേദനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, മനുഷ്യന് പരീക്ഷണം അവന്റെ ഭാര്യയിലൂടെയും ധനത്തിലൂടെയും സന്താനങ്ങളിലൂടെയും അവന്റെ അയൽവാസികളിലൂടെയും ഉണ്ടാകുന്നു. ഇതും ഫിത്നയാകുന്നു. നമസ്കാരം, നോമ്പ്, സദക്ക, നല്ല കാര്യങ്ങൾക്കുള്ള കൽപ്പന, തിന്മകളെ തടയൽ എന്നിവ ഈ പരീക്ഷണങ്ങളെ ദൂരപ്പെടുത്തുന്നതാണ്. അത് ഉമ്മ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. ഈ സന്താനങ്ങളും സമ്പത്തും ഈ മറ്റു വസ്തുക്കളും ഫിത്നകളാണ്. അതിനെ
നിങ്ങൾ നമസ്കരിച്ചും നോമ്പനുഷ്ഠിച്ചും സദക്ക നൽകിയും നന്മ ഉപദേശിച്ചും ഒക്കെ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് ഉമർ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, മറിച്ച് സമുദ്രത്തിലെ തിരമാലകൾ കണക്കെ വരുന്ന ഫിത്നയാണ്. വലിയ ശക്തമായ ഫിത്ന ഉമ്മത്തിലുണ്ടാകുന്നതാണ്. അത് ഹുദൈഫ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് താങ്കൾക്ക് യാതൊരു അപകടവും ഉണ്ടാകില്ല. ഏതൊരു ഫിത്നയാണ് ഉണ്ടാവുന്നത് അതുമൂലം താങ്കൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. താങ്കൾ ജീവിച്ചിരിക്കുന്നവരെ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. കാരണം താങ്കൾക്കും ആ ഫിത്നയ്ക്കുമിടയിൽ ഒരു വാതിലുണ്ട്, ശക്തമായി അടക്കപ്പെട്ട ഒരു വാതിലുണ്ട്. അത് ഉമർ ചോദിച്ചു, അതിനെ പൊളിച്ചു കളയുകയോ അതിനെ തുറക്കുകയാണോ ചെയ്യുക? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ പറയുന്നത്, അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ബന്ധിക്കപ്പെട്ട വാതിലുണ്ട്. അത് ഉമർ ചോദിച്ചു, ആ വാതിൽ തുറക്കപ്പെടുമോ പൊളിക്കപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, അത് പൊളിക്കപ്പെടും. ആ വാതിൽ പൊളിക്കപ്പെടുന്നതാണ്. അത് ഉമർ ചോദിച്ചു, അത് പിന്നെ ഒരിക്കലും അടയുകയില്ല. ഒരുപക്ഷെ വാതിൽ തുറക്കുകയാണെങ്കിൽ പിന്നെ അത് അടക്കമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് അടക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതായത് ഉമർ പറഞ്ഞു, പിന്നെ അത് ഒരിക്കലും അടക്കപ്പെടുകയില്ല. ഫിത്നയുടെ മേൽ ഫിത്ന നടമാടുന്നതാണ്. ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടമാടിക്കൊണ്ടേയിരിക്കുന്നതാണ്. നാം കാണുന്നു, ഈ ഫിത്ന മുസ്ലിം സമുദായത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു ശേഷം മറ്റൊരു ഫിത്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഉസ്മാന്റെ കാലത്തും അത് അലിയുടെ കാലത്തും പിന്നെ ഈ കാലഘട്ടം വരെ ഇപ്പോഴും ഇതേ ഫിത്ന തന്നെയാണ് മുസ്ലിങ്ങൾ നടമാടുന്നത്. പരസ്പരം രക്തദാഹികളായി കഴിഞ്ഞിരിക്കുന്നു. ആ മതിലിന് പിന്നിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു ഈ കാലത്ത് ആ വാതിൽ അടക്കാൻ വേണ്ടി ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം മുഖേന സ്ഥാപിച്ച ആ മതിലിന് പിന്നിൽ വരാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഫിത്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നാം അഹമ്മദികൾ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇക്കാലത്ത് തയ്യാറാക്കിയ ആ പരിചയക്ക് പിന്നിൽ നിൽക്കുന്നവരാകട്ടെ. ആ മതിലിന് പിന്നിൽ നിൽക്കുക. ഇവിടെ വിവരിച്ചത് ഹദ്റത്ത് ഉമർ പറഞ്ഞു, ആ ഫിത്ന ഒരിക്കലും പിന്നെ അവസാനിക്കില്ല. നിവേദനം ചെയ്ത ആൾ അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, ഹദ്റത്ത് ഹുദൈഫയോടൊപ്പം കുറച്ചുപേർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഹദ്റത്ത് ഉമറിനെ കുറിച്ച് അറിയാമോ? ഹദ്റത്ത് ഹുദൈഫ പറഞ്ഞു, അദ്ദേഹം ഇന്നലത്തെ രാത്രി പോലെ അതറിയുമായിരുന്നു. അതായത് അതിൽ അദ്ദേഹം ദൃഢവിശ്വാസമായിരുന്നു. ഹദ്റത്ത് ഉമറിനെ അറിയാമായിരുന്നു തനിക്ക് ശേഷം ഫിത്ന ഉണ്ടാവുന്നതാണ്. മദീനയിൽ വഫാത്തായ ആദ്യത്തെ മുഹാജിറാണ് ഉസ്മാൻ ബിൻ മസ്ഊൻ. ഹിജ്റ 2-ാം വർഷമാണ് വഫാത്തായത്. ചിലരുടെ അഭിപ്രായ പ്രകാരം ബദർ യുദ്ധത്തിന് 22 മാസം ശേഷമാണ് അദ്ദേഹം വഫാത്തായത്. ആദ്യമായി ജനത്തെ വക്കീൽ അദ്ദേഹത്തെയാണ് മറവ് ചെയ്തത്. എന്തായാലും ഇത് സംബന്ധമായ മറ്റു ചില കാര്യങ്ങളുമുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.